വിദ്യാർത്ഥികളിൽ സേവന മനോഭാവവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനും ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലേഴ്സ് മീറ്റിംഗ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ മാനവിക മൂല്യങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിൽ ജൂനിയർ റെഡ് ക്രോസിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സേവന മനോഭാവവും കരുണയും സഹജീവി സ്നേഹവും യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ JRC പോലുള്ള സംഘടനകൾക്ക് സാധിക്കുമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. അതൊരു വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന JRC ആ ഒരു റെഡ് ക്രോസിൻ്റെ ആ ഒരു മൂല്യങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഒരു കുട്ടികളെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്ഥിതി അവരിൽ വളർത്തിയെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയ്ക്കാണ് നിങ്ങൾ സ്കൂളുകളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ എല്ലാവരെയും ആ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെ പരിഗണിച്ചു പോകാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള, മറ്റുള്ളവരോട് അനുകമ്പ കാണിച്ച് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ ഈ JRCയുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഒരു മാനുഷ്യ മുഖത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമല്ല പലപ്പോഴും കാണുന്നത്. നമുക്കറിയാം, എത്രയോ ക്രൂരതയോടുകൂടിയാണ് പലപ്പോഴും കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിൽ കാണിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യനാണോ എന്ന് പോലും നമ്മൾ പലപ്പോഴും സംശയിച്ചു പോകാറുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പോലും സംശയിച്ചു പോകും. അപ്പോൾ ഈ കുട്ടികളിൽ ഒരു മാനുഷിക മൂല്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നതിനുള്ള ഒരു മനസ്ഥിതി അവരിലില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനുള്ള ഒരു മാനുഷിക മൂല്യം അവരിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു മൂല്യം കുട്ടികളിലില്ല എങ്കിൽ എന്ത് വിദ്യാഭ്യാസം കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇവരൊക്കെ വിദ്യാഭ്യാസം നേടി വളർന്നു വന്നാൽ ആ വരുന്ന ആളുകളെ കൂടി സമൂഹത്തിന് എന്ത് പ്രയോജനം? അപ്പം അത് വളരെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ആളുകളെ ഒരു സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരാക്കിയും വളർത്തിക്കൊണ്ട് വരുവാൻ അതിന് നമുക്ക് കഴിഞ്ഞു എങ്കിൽ മാത്രമേ ഈ കുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ട് നാടിനും അവർക്ക് തന്നെയും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരെ ആ നിലയിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കട്ടപ്പന DEO ആൻസൺ ജോസഫ് KAS ലഹരിവിരുദ്ധ ജ്വാല ഉദ്ഘാടനം ചെയ്ത മുഖ്യപ്രഭാഷണം നടത്തി. JRCയുടെ പ്രവർത്തന മാർഗരേഖകൾ ജില്ലാ കോർഡിനേറ്റർ ജോർജ് ജേക്കബ് അവതരിപ്പിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെയും ജൂനിയർ റെഡ് ക്രോസിന്റെയും പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ മാനവിക മൂല്യങ്ങൾ, സേവന മനോഭാവം, സാമൂഹിക ഉത്തരവാദിത്ത ബോധം എന്നിവ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലുള്ള 4 ഉപജില്ലകളിലെ JRC കൌൺസിലർമാരുടെ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ പുതിയ സബ് ജില്ലാ കോർഡിനേറ്റർമാരായി നെടുങ്കണ്ടം ഉപജില്ലയിൽ നിന്നും പ്രജിത N, കട്ടപ്പനയിൽ നിന്നും അനു സെബാസ്റ്റ്യൻ, പീരുമേട്ടിൽ നിന്നും ശിവകുമാർ T, മൂന്നാറിൽ നിന്നും അമ്പിളി ജോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. 3 വർഷം JRC സബ് ജില്ലാ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ച സിനി വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. പീരുമേട്, നെടുങ്കണ്ടം, മൂന്നാർ, കട്ടപ്പന തുടങ്ങിയ ഉപജില്ലകളിൽ നിന്നുള്ള കൌൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.